ഡോക്ടർ വിദേശ നാടുകളിലൊക്കെ ചികിത്സ നടന്ന ഒരാളായതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇത്രയും വലിയൊരു അപകടം വിദേശത്തുണ്ടോ? എല്ലായിടത്തും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതായത് അൺഎത്തിക്കൽ ആയിട്ടുള്ള ഡോക്ടേഴ്സും അൺഎത്തിക്കൽ ആയിട്ടുള്ള മാനേജ്മെന്റും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അത് ലോകം മുഴുവനുള്ള ഒരു കാര്യമാണ്. അതായത് മാനേജ്മെന്റ് ആവശ്യമില്ലാത്ത പ്രഷർ ഡോക്ടർക്ക് കൊടുക്കരുത്. ഇന്ന ടെസ്റ്റ് ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് ഇത്ര CT സ്കാൻ വേണം, ഒരു മാസം ഇത്ര MRI എടുക്കണം, ഈ തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കരുത്. അത് കൂടാതെ തന്നെ രോഗികളും ശ്രദ്ധിക്കണം. രോഗികൾ പോയി പറയരുത് ഇന്ന ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് ഈ രോഗം ഡിറ്റക്ട് ചെയ്യാത്തത്. അത് ആ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ടെസ്റ്റുകളുണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് മെഡിക്കൽ സയൻസിൽ പഠിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് ഡോക്ടറെ ചികിത്സിക്കാനൊന്ന് വിട്ടാൽ മതി. ഈ ആവശ്യമില്ലാത്ത സമ്മർദ്ദം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളിന്റെ ആംഗിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പൊ ഈ KKR ആയാലും അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ ആയാലും ഇൻവെസ്റ്റ് ചെയ്ത ആ കമ്പനി ഉണ്ടല്ലോ, അവര് യഥാർത്ഥം ഇത്രയും കോടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അതായത് അവർക്ക് ഇത് ഈ ഉപകരണങ്ങളൊക്കെ വെച്ചു ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിൽ നിന്ന് തിരിച്ചു വരണ്ടേ? ഈ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ 1-2 രോഗികളുടെ നിന്ന് പിടിച്ചു പറിക്കാന്ന് തീരുമാനിക്കരുത്. അവര് പൈസ ഉണ്ടാക്കുന്നത് കൂടുതൽ രോഗികളെ ചികിത്സിച്ചിട്ടായിരിക്കണം. അല്ലാതെ വരുന്ന രോഗികളെ കംപ്ലീറ്റ് എല്ലാ എക്യുപ്മെന്റ്സിനും കൂടെ കയറ്റി ഇറക്കിയിട്ടായിരിക്കില്ല പൈസ ഉണ്ടാക്കരുത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.